നമസ്കാരം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണം ആഘോഷിച്ച മലയാളികൾ. പൊന്നോണ നിറവിൽ ആഘോഷത്തിമിർപ്പിലാണ് നാടും നഗരവും. സദ്യയും പൂക്കളവും ഓണക്കളികളുമായി മലയാളക്കര ഇന്ന് ആഘോഷ നിറവിലാണ്. കാലമെത്ര മാറിയാലും മാറാത്ത ശീലങ്ങളാണ് ഓണത്തിന്. പഴമയും പുതുമയും ഇഴചേർത്തുള്ള ആഘോഷങ്ങൾക്ക് പൊലിവേറിയിട്ടേയുള്ളൂ. ലോകത്തിൻ്റെ ഏതറ്റത്തുമുള്ള മലയാളിക്കും ഓണമെന്നും ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മ തന്നെയാണ്. അത്തം മുതൽ തുടങ്ങിയ ആഘോഷങ്ങളാണ് തിരുവോണനാളിൽ പാരമ്യത്തിലെത്തുന്നത്. വീടുകളിൽ സദ്യവട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ ഉത്രാട ദിനത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. ഇന്ന് ഓണക്കോടിയെടുത്ത് പൂക്കളമൊരുക്കി മാവേലി മന്നനെ വരവേറ്റു. വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന തൂശനിലയിലെ സദ്യ പഞ്ഞക്കർക്കിടകത്തിനു ശേഷമുള്ള സമൃദ്ധിയുടെ സ്മൃതികളെയാണ് ഉണർത്തുന്നത്. പൂക്കളവും തുമ്പപ്പൂവും പ്രകൃതിയോടിണങ്ങി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് മലയാളികളെ ഉത്ബോധിപ്പിക്കുന്നത്. കൈകൊട്ടിക്കളിയും ഓണപ്പാട്ടുകളും ഓണത്തല്ലും വടംവലിയുമൊക്കെയായി ഓണാഘോഷങ്ങൾ തുടരും. വേർതിരിവിൻ്റെ വേലികെട്ടില്ലാതെ സകലരും ഒരുപോലെ ആ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ഒത്തുചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടി നാളുകൾ. കളവും ചതിയുമില്ലാതെ മാനവരെല്ലാം ഒരുപോലെ കഴിഞ്ഞിരുന്ന മാവേലിക്കാലത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഓണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന വിശ്വമാനവികതയുടെ സന്ദേശത്തെ കൊണ്ടാടുന്ന മറ്റൊരാഘോഷം ഭൂലോകത്ത് വേറെ കാണുമോ എന്ന് സംശയം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളോടെയും സ്റ്റാളുകളുടെ പ്രദർശനത്തോടെ ആരംഭിച്ച തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് ഓണാഘോഷം 2026 സമാപിച്ചു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ അധ്യക്ഷയായി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിപിലേഷ്, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന ദിനത്തിൽ ആശാ വർക്കർമാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ഒപ്പന, വീരനാട്യം, ഫ്യൂഷൻ, സംഘഗാനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓഗസ്റ്റ് 18 മുതൽ 23 വരെ നടന്ന കലാമത്സരങ്ങളിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. 2ാം സ്ഥാനം ആനക്കര ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയപ്പോൾ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3ാം സ്ഥാനത്തിന് അർഹരായി. ഓണാഘോഷം 2026 ചാമ്പ്യന്മാർക്കുള്ള ട്രോഫികളും വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കിയവർക്കുള്ള മൊമെന്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു. ജനപ്രതിനിധികൾ പ്രത്യേകം തിരുമറ്റക്കോട് പഞ്ചായത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള തിരുവാതിരക്കളി. ഞാൻ അത് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ വന്നിരുന്നു. അപ്പൊ അത് ജനപ്രതിനിധികളും അവിടുത്തെ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവര് തിരുവാതിരക്കളി കളിച്ചത്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഭാര്യക്കൊന്ന് കാണിച്ചു കൊടുക്കും. ഭാര്യ ഇതിനൊക്കെ താല്പര്യമുണ്ടാവും. അപ്പോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തിരുവാതിരക്കളി ഉണ്ടായില്ല. എന്തിനും അടുത്ത കൊല്ലം ഉണ്ടാകും അല്ലേ? ലഹരി വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ യോഗം ചേർന്നു. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. ജനകീയ പങ്കാളിത്തത്തോടുകൂടി മയക്കുമരുന്ന് വിപണനം, ഉപഭോഗം, വ്യാജമദ്യം, ചാരായം എന്നിവയുടെ ഉൽപ്പാദനം, വിപണനം എന്നിവ അമർച്ച ചെയ്യുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എക്സൈസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ഈ കമ്മിറ്റിയുടെ യോഗമാണ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയത്. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. ലഹരി വ്യാപനം തടയുവാൻ ജനകീയ കൂട്ടായ്മ അനിവാര്യമാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് മൂസിൻ MLA സൂചിപ്പിച്ചു. ജനപ്രതിനിധികൾ, എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മുടെ മണ്ഡലത്തിൽ ചില പ്രദേശങ്ങൾ, ചില ഭാഗങ്ങൾ, ചില ഏജ് ഗ്രൂപ്പ് ഒക്കെ കേന്ദ്ര
കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ആലോചിക്കണമെങ്കിൽ ആലോചിക്കാം. എക്സൈസ് വകുപ്പ് വളരെ ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പോലീസ് നടത്തുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്കിത് പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ കഴിയില്ല. അത് ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റി ഉണ്ടാകുമ്പോഴാണ് ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നത്. ജാഗ്രതയോട് കൂടി ഒരു സിവിൽ സൊസൈറ്റി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കുട്ടികളെയും ചെറുപ്പക്കാരെയും സംശയത്തോടെ കാണുക എന്നുള്ളതല്ല, ഇതിനെതിരായി പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇത് അവനവനെ തന്നെ തകർക്കുമെന്ന ഒരു ബോധവൽക്കരണം അടക്കമുള്ളത് നൽകുകയും ചെറുപ്പക്കാരികളുമായ ആളുകൾ കൂടി ഈ ക്യാമ്പയിന്റെ ഭാഗമാകുമ്പോഴാണ് നമുക്കിത് പൂർണ്ണമായും വിജയിക്കുക. അപ്പൊ അത്തരത്തിൽ ഒരു ജനകീയ ക്യാമ്പയിനിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പൊ ഈ സമിതി നമ്മളിവിടെ രൂപീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ പ്രദേശങ്ങളിലും ഇവിടെ ജനപ്രതിനിധികളാണ് കൂടുതലുള്ളത്. തിരുവോണനാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. 10,000-ഓളം പേർക്കുള്ള തിരുവോണ സദ്യയാണ് ഒരുക്കിയിരുന്നത്. ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കാനും ഭക്തരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ക്ഷേത്രം മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. ഉഷപൂജ വരെ ഓണപ്പുടവ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. രാവിലെ 7-ന് മേളത്തോടെ കാഴ്ച ശീവേലി നടന്നു. കൃത്യം 9 മണിക്കാണ് സദ്യ ആരംഭിച്ചത്. അനലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്ന് താൽക്കാലിക പന്തലിലുമാണ് സദ്യ നൽകിയത്. ഉത്രാടനാളിൽ കണ്ണന് തിരുമുൽക്കാഴ്ചയായി ലഭിച്ച പഴം ഉപയോഗിച്ച് തയ്യാറാക്കിയ പഴപ്രഥമൻ, കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് വിഭവങ്ങൾ. ഗുരുവായൂരപ്പന് നമസ്കാര സദ്യയോടെയാണ് ഉച്ചപൂജ നടത്തിയത്. ഉച്ചതിരിഞ്ഞും രാത്രിയിലും കാഴ്ചശേവേലി ഉണ്ടായി. രാത്രി 9ഓടെ ക്ഷേത്രത്തിൽ തിരുവോണ വിളക്ക് തെളിയും. തിരുവോണനാളിൽ ഭക്തിയുടെ നിറച്ചാർത്തായി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നൃത്തം ചെയ്യുന്ന കണ്ണന്റെ പൂക്കളം. ഭക്തരുടെ മനം കവരുന്ന തരത്തിൽ മനോഹരമായ പൂക്കളമാണ് തിരുവോണനാളിൽ തീർത്തത്. പതിവ് പൂക്കളങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഇതിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന ഉണ്ണിക്കണ്ണനെയാണ് പൂക്കളാൽ മനോഹരമായി ആവിഷ്കരിച്ചത്. നീല നിറം പകർന്ന ഭഗവാന്റെ തിരുമേനി, വർണ്ണപ്പൂക്കളാൽ അലങ്കരിച്ച വസ്ത്രങ്ങൾ, തിളങ്ങുന്ന ആഭരണങ്ങൾ ഓരോന്നും കണ്ണന്റെ ദിവ്യരൂപത്തിന് കൂടുതൽ ചാരുത പകർന്നു. ആനന്ദത്താൽ നൃത്തം ചെയ്യുന്ന കൃഷ്ണന്റെ മുഖത്തെ സന്തോഷവും ചടുലമായ നൃത്ത ചുവടുകളും ഭാവനാസമ്പന്നമായ വരകളിലൂടെയും മനോഹരമായ വർണ്ണ സങ്കല്പങ്ങളിലൂടെയും പൂക്കളത്തിൽ തെളിഞ്ഞു നിന്നു. പൂക്കളം കാണാനും സെൽഫി എടുക്കാനുമായി പതിവിൽ കവിഞ്ഞ തിരക്കാണ് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടത്. കൊപ്പം എറയൂരിൽ എറയൂർ ജനകീയ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മൂസിൻ MLA വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അറിവിൻ്റെയും വായനയുടെയും സംസ്കാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ എറയൂർ ഗ്രാമീണ വായനശാല പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല അധ്യക്ഷയായിരുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം രാജൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. വായനശാല പ്രസിഡന്റ് T കൃഷ്ണകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ജംഷീറ ഷിഹാബ് അലി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം രാജൻ മാടായി, കൃഷ്ണദാസൻ, M രാജൻ, മുരളി, ജിനചന്ദ്രൻ, ഡോക്ടർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴ ചെറുകോട് പടിഞ്ഞാറ്റുമുറി സിറാജുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വല്ലപ്പുഴ ചെറുകോട് പടിഞ്ഞാറ്റുമുറി സിറാജുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നബിദിന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളും നബിദിന റാലിയിൽ അകമ്പടിയേകി. മഹൽ ഖത്തീബ് നാസർ അക്സരി പാലക്കോട്, ഷറഫുദ്ദീൻ അക്സിനി, ഉസ്മാൻ മുസ്ലിയർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.